ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അഷ്അലി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ചില താരങ്ങളുടെ ഭാവിയുടെ കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതകൾ ഒന്നുമില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 താരങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. ഐബൻ, ഹോർമി, ഇഷാൻ പണ്ഡിത എന്നിവരെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അടുത്ത സീസണിൽ ഐബൻ ബാഡോഹ്ലിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുകളും ഇല്ല. അതായത് ഐബൻ ഉൾപ്പെടെയുള്ള ചില താരങ്ങളെ ഒഴിവാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. നല്ല പകരക്കാരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ഐബന് ക്ലബ്ബ് വിടേണ്ടി വന്നേക്കും. വലിയ പ്രതീക്ഷയോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയ താരമാണ് ഐബൻ. എന്നാൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഒരുപാട് കാർഡുകൾ വഴങ്ങുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിരുന്നു. ആ ഒരു പ്രതീക്ഷക്കൊത്ത പ്രകടനം പുറത്തെടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഐബനെ ഒഴിവാക്കാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ഹോർമിപ്പാം റൂയിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. യഥാർത്ഥത്തിൽ ഹോർമിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് തുടരാൻ താല്പര്യമുണ്ട്. പക്ഷെ വേണ്ടത്ര ഒരു അവസരം ലഭിക്കുന്നില്ല എന്നുള്ളത് ആശങ്കാജനകമായ കാര്യമാണ്. താരത്തെ വിൽക്കുമ്പോൾ ഒരു വലിയ തുക തന്നെ ആവശ്യപ്പെടാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം പല ക്ലബ്ബുകൾക്കും താല്പര്യമുള്ള താരമാണ് ഹോർമിപ്പാം. ചിലപ്പോൾ ഒരു സോഫ്റ്റ് ഡീലിന് സാധ്യതയുണ്ട്, ചിലപ്പോൾ അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ കൈവിടാനും സാധ്യതയുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നത് നോക്കിക്കാണേണ്ട കാര്യമാണ്. ഇനി മറ്റൊരു താരം ഇഷാൻ പണ്ഡിതയാണ്. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ് എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. കോൺട്രാക്ട് പുതുക്കാനുള്ള ഒരു അവസരം അവിടെ ലഭ്യമാണ്, പക്ഷെ അത് ഉപയോഗപ്പെടുത്തുന്നില്ല. കൂടുതൽ കളി സമയം ലഭിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ മറ്റു സാധ്യതകൾ അന്വേഷിച്ച് തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ക്ലബ്ബുമായുള്ള കോൺട്രാക്ട് പൂർത്തിയാവുകയാണ്. ഇഷാൻ അടുത്ത സീസണിൽ മറ്റേതെങ്കിലും ക്ലബിന്റെ ഒരു ജേഴ്സിയിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് അഷ്അലി നൽകിയിട്ടുള്ള ഈ 3 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.